സ്വവർഗ വിവാഹത്തെ എതിർത്ത് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി. സ്വവർഗ വിവാഹം ഇന്ത്യൻ സംസ്കാരത്തിനും പാരമ്പര്യത്തിനും വിരുദ്ധമെന്നാണ് കേന്ദ്രത്തിന്റെ വാദം. വിവരങ്ങളുമായി അനഘ ചേരുന്നു. അനഘ, സ്വവർഗ വിവാഹത്തെക്കുറിച്ചുള്ള സത്യവാങ്മൂലത്തിൽ കേന്ദ്ര സർക്കാർ എന്തൊക്കെ വ്യക്തമാക്കുന്നു? സ്വവർഗ വിവാഹത്തിന് അനുമതി നൽകണമെന്ന ഹർജി പരിഗണിക്കവെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇത്തരമൊരു നിലപാട്. അതായത് ഈ ഒരു സ്വവർഗ വിവാഹത്തിന് അനുമതി നൽകാൻ അല്ലെങ്കിൽ ഇതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് കേന്ദ്രം പറയുന്നത്. അതിന് കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ ഒരേ ലിംഗത്തിൽപ്പെട്ട ആളുകൾ പരസ്പരം വിവാഹം കഴിച്ചാൽ അവർക്കിടയിൽ ഒരു കുടുംബം ഉണ്ടാകില്ലെന്നും ഒരു കുടുംബം എന്നൊരു സങ്കല്പത്തിലേക്ക് അതിനെ കൊണ്ടുപോകാൻ സാധിക്കില്ലെന്നും ഇത്തരമൊരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എങ്കിൽ ഒരു കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനോ അല്ലെങ്കിൽ ഇന്ത്യ എന്നൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ കുടുംബം എന്നൊരു സങ്കല്പത്തിന് തീർത്തും എതിരായിട്ടുള്ള രീതിയിലാണ് ഇത്തരം സ്വവർഗ രതി പോലുള്ള കാര്യങ്ങളെന്നാണ് കേന്ദ്രം സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലത്തിൽ അവർ വാദിക്കുന്നത്. ഭാര്യ ഭർത്തൃ ബന്ധത്തിന് ഇത് എതിരാണ് എന്നതാണ് പ്രധാനമായും കേന്ദ്രം ചൂണ്ടിക്കാണിക്കുന്നൊരു കാര്യം. സ്വവർഗ വിവാഹം അനുവദിക്കണമെന്ന ഹർജിയിലാണ് പൂർണ്ണമായും സ്വവർഗ വിവാഹം അനുവദിക്കണമെന്ന ഹർജിയിലാണ് പൂർണ്ണമായും കേന്ദ്രം തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഇത്തരമൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ഭർത്താവ്, ഭാര്യ അവരിലുണ്ടാവുന്ന കുട്ടികൾ എന്നടങ്ങിയതാണ് ഈ ഒരു ഇന്ത്യൻ കാഴ്ചപ്പാടിൽ കുടുംബം. അല്ലാതെ സ്വവർഗത്തിൽപ്പെട്ട ആളുകൾ പരസ്പരം വിവാഹം കഴിക്കുന്നതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു രീതിയിൽ ഒരു കുടുംബം എന്നൊരു കാഴ്ചപ്പാടിൽ ഇതിനെ കാണാൻ കഴിയില്ലെന്നാണ് പ്രധാനമായും കേന്ദ്രം ഈ ഒരു കാര്യത്തിൽ പറയുന്നത്. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, അതുപോലെ തന്നെ ജസ്റ്റിസ് PS നരസിംഹ, അതുപോലെ ജബി പർദിവാല തുടങ്ങിയവർ അടങ്ങുന്ന ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. തീർത്തും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ തങ്ങൾക്ക് ഇതിനോട് യോജിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് സ്വവർഗ വിവാഹം അനുവദിക്കില്ല എന്ന തീരുമാനത്തിലൂടെ അവർ വ്യക്തമാക്കുന്നത്. ഫിജി, സ്വവർഗ വിവാഹത്തെ എതിർത്ത് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു.